അമ്മ തന്റെ 2 ആൺമക്കൾക്കും ഒരേപോലത്തെ ഉച്ചഭക്ഷണമൊരുക്കി. എന്നാൽ ഇളയ മകൻ അമ്മയുടെ പക്ഷഭേദം ശ്രദ്ധിച്ചു. അവൻ ചേട്ടന്റെ ഉച്ചഭക്ഷണ പാത്രമെടുത്ത് അതിനുള്ളിൽ ഒളിപ്പിച്ച സോസേജ് കണ്ടെത്തി. അത് ചേട്ടന് മാത്രം നൽകിയത് എന്താണെന്ന് അവൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ അവനെ പരുഷമായി തടഞ്ഞു. 15 വർഷങ്ങൾക്ക് ശേഷം അവൻ ഒരു വലിയ കോടീശ്വരനായി. എന്നിട്ടും അമ്മയുടെ പക്ഷഭേദം അവന് മറക്കാൻ കഴിഞ്ഞില്ല. അവൻ പിന്നെ ഒരിക്കലും അമ്മയെ സന്ദർശിക്കാൻ പോയില്ല. വർഷങ്ങളോളം പലതരം വിഭവങ്ങൾ കഴിച്ചിട്ടും അവന് അമ്മയുടെ കൈപുണ്യം മറക്കാനായില്ല. നിർഭാഗ്യവശാൽ അപ്പോഴേക്കും അമ്മ മരിച്ചിരുന്നു. ആ രുചി ഇനി ഒരിക്കലും അവൻ അനുഭവിക്കാൻ കഴിയില്ല. ഒരു ദിവസം ഓർമ്മയിൽ നിന്നുള്ള രുചികൾ പുനഃസൃഷ്ടിക്കുന്ന ഒരു മാന്ത്രിക റെസ്റ്റോറന്റിനെക്കുറിച്ച് അയാൾ കേട്ടു. അങ്ങനെ അയാൾ അവിടെ ചെന്ന് ഒരു പ്രത്യേക ഉച്ചഭക്ഷണപാത്രം ഓർഡർ ചെയ്തു. ഭക്ഷണശേഷം ഉടമ അഭിപ്രായം ചോദിച്ചപ്പോൾ അയാൾ പാചകത്തെ പ്രശംസിച്ചു. എന്നിട്ട് തന്റെ അമ്മയുടെ ഉച്ചഭക്ഷണത്തിന്റെ രുചി പുനഃസൃഷ്ടിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ഉടമ അയാളെ മുകളിലേക്ക് കൊണ്ടുപോയി തന്റെ മകളെക്കൊണ്ട് അയാളുടെ ഓർമ്മകൾ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തി. ഭക്ഷണം പൂർണ്ണമായി പുനഃസൃഷ്ടിക്കാൻ ഉടമ അയാളുടെ ജന്മനാട്ടിലേക്ക് യാത്ര ചെയ്യുകയും അവിടെയുള്ള ചേരുവകൾ പഠിക്കുകയും ഗ്രാമീണരോടൊപ്പം പാചകം ചെയ്യുകയും ചെയ്തു. 1 മാസത്തിനുശേഷം ഉടമ അയാളെ തിരികെ ക്ഷണിച്ചു. അയാൾ ഒരു കഷ്ണം കഴിച്ചു നോക്കിയപ്പോൾ അത് ഓർമ്മയിലെ അതേ രുചി തന്നെയായിരുന്നു. എന്നാൽ അത് അമ്മയുടെ പക്ഷഭേദം ഓർമ്മിപ്പിച്ചതിനാൽ അയാൾ പോകാനൊരുങ്ങി. ഉടമ കാരണം ചോദിച്ചപ്പോൾ അയാൾ തന്റെ കഥ പറഞ്ഞു. ഉടമ ഒന്നും പറയാതെ ഒരു നോട്ട്ബുക്ക് കൊടുത്തു. അതിൽ അമ്മയുടെ ക്ഷമാപണമുണ്ടായിരുന്നു. അന്ന് അമ്മ അവനും സോസേജ് ഒരുക്കിയിരുന്നു. പക്ഷേ അവൻ തന്റെ പാത്രം നോക്കിയില്ല. അമ്മയുടെ ഡയറിയിലൂടെ അയാൾക്ക് സത്യം മനസ്സിലായി. പക്ഷേ ഇപ്പോൾ അമ്മയുമായി രമ്യതയിലാകാൻ അവന് അവസരമില്ലായിരുന്നു. കുറ്റബോധത്താൽ അയാൾക്ക് കണ്ണുനീർ മാത്രമേ പൊഴിക്കാൻ കഴിഞ്ഞുള്ളൂ.